വഖഫ് ബോർഡിന്റെ ആളുകൾ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രതികരണം ആയിക്കോട്ടെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകും? സാധാരണ ഗതിയില് ഒന്ന് തീരദേശ മേഖലകളിലുള്ള സാധാരണ വീട്ടുകാരും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുള്ള ആളുകളാണ്. ഇപ്പോഴാണ് പുതിയ ജനറേഷനാണ് കുറച്ചും കൂടി വിദ്യാഭ്യാസപരമായിട്ടും. അപ്പോൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും. പിന്നെ ഇതിനു മുമ്പ് ഞങ്ങളുടെ മുതിർന്ന ജനറേഷൻ ഏത് രീതിയിൽ കായികമായിട്ടാണെങ്കിലും മുന്നിട്ട് കടലിൽ പോകുന്ന മക്കളാണ്. അവരെ സംബന്ധിച്ച് ഇവർ ഈ പറഞ്ഞ വഖഫിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നുമല്ല, ജീവൻ പണയം വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവരൊന്ന് കടലിൽ പോയി ഒന്ന് തിരിച്ചു വരുമോന്നൊന്ന് പ്രതീക്ഷിച്ചിട്ട് അവർ പോയി നോക്കട്ടെ. അതേപോലെയല്ല, നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കൾക്ക് എന്തും എതിര് വന്നുമ്പോ എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് നമ്മുടെ നാട്ടുകാർ നിൽക്കണത്. നമസ്കാരം. ശ്യാം എന്നാണ്. മുനമ്പം നിവാസിയല്ലേ? അതെ, നിവാസി. ഇപ്പൊ ഇവിടുത്തെ ഒരു ജനങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? ഇത് ഒരു വലിയ ഭീതി ഇപ്പോഴും ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അതായത് നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. ആ വീട് കൊണ്ട് ഒരു സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഉള്ള കിടന്നുറങ്ങുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴും എല്ലാവരും. ഒരു കുഞ്ഞുകുട്ടികൾക്ക് അറിയില്ല എന്താണ് മാനസികാവസ്ഥ എന്ന്. വലിയ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭീതിയോടുകൂടിയാണ് പണിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും. അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പോലും സമാധാനം എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരു മകളുടെ വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ലോൺ എടുക്കുന്ന, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ ദയനീയമല്ലേ? ശരിക്കും അതെ. നമ്മുടെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ ആകെയുള്ള ഒരു കിടപ്പാടാണ് അവന്റെ അസറ്റ് എന്ന് പറയുന്നത്. അത് വിറ്റിട്ടായിരിക്കുള്ളൂ, അല്ലെ അത് പണം വെച്ചിട്ടായിരിക്കുള്ളൂ. ഇപ്പൊ ആന്റണി ചേട്ടന്റെ മോളുടെ കല്യാണം ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടന്റെ ഒക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ ചേട്ടന് പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിടാനുള്ള അവസ്ഥയില്ല. എന്നുവെച്ചാൽ പണയം വെക്കാനായിട്ട് ആ ഭൂമി കൊണ്ടുപോയി പള്ളിപ്പുറം അല്ലെ സർവീസ് ബാങ്കിലെ എന്തെങ്കിലും കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ഇത് നിലവിൽ വഖഫ് ഭൂമി ആയതുകൊണ്ട് അവർക്ക് കരടച്ചോ അല്ലെങ്കിൽ അതിന്റെ പേപ്പർ വർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആ ചേട്ടൻ ആ ഭൂമി ഉള്ളത് കൊണ്ടും ഇല്ലാത്തതും ഒരേ അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ. സ്വന്തം മോളുടെ കല്യാണം നടത്താൻ പറ്റില്ല, ഒരു വീട് പുതുക്കി പണിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പൊ നൈജു എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ ഒരു ചേട്ടനാണ്. പുള്ളിക്ക് പ്രധാനമന്ത്രിയുടെ സ്കീമിലും പഞ്ചായത്തിന്റെ കീഴിലും ഒരു 45-ാമതാണെങ്കിലും പോലും അതിന് അവകാശമുണ്ട്. പക്ഷെ ഇതിന്റെ കേസിൽ കിടക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഒരൊറ്റമുറി വീട്ടില് അച്ഛൻ, അമ്മ, ഒരു കുഞ്ഞിക്കുട്ടി, ആ ചേച്ചി, അവരൊരു ഒറ്റമുറി വീട്ടിലാണ് ഈ കാര്യങ്ങളെല്ലാനും. അതായത് അമ്മക്ക് നല്ല രോഗമുള്ള ഒരു അമ്മയാണ്. ആ അമ്മനെ വരെ അതിനകത്ത് നിർത്തിയിട്ട് വേണം അവർ പോയി പുറത്തു പോയി ജോലിക്കായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അവർക്കൊക്കെ. എന്ന് കിട്ടും, എന്ന് ഇപ്പൊ നിലവിലുള്ള ഭൂമി വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുമെന്നുള്ളൊരു സംഭവം കേന്ദ്ര സർക്കാരിൽ മാത്രമാണോ ഇവിടുത്തെ ജനങ്ങളൊരു പ്രതീക്ഷ, മുൻപത്തുകാരുടെ? കേന്ദ്ര സർക്കാരിൽ പ്രധാനമായിട്ടും അത് തന്നെയാണ്. കാരണം വഖഫ് നിയമ ഭേദഗതി വന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടാവുള്ളൂ എന്നാണ്. കാരണം ഇതും മുനമ്പം മാത്രമായിട്ടുള്ളൊരു വിഷയമല്ല, ഇത് ഇന്ത്യയെ മൊത്തത്തിൽ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കിരാത നിയമം തന്നെയാണ്. ഇതിനൊരു വലിയൊരു മാറ്റം ഉണ്ടാവണം. ഇത് നിയമ ഭേദഗതി മാറ്റിയതിന് ശേഷം നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു ഭാരതമായി മാറണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പല ഇസ്ലാമിക സംഘടനകളും ഇപ്പോൾ സമസ്ത പോലെയുള്ള സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണ് അവരുടെ നേതാക്കന്മാരിടുന്നത്. അത് വഖഫ് ഭൂമിയാണ്, അതെന്തായാലും വഖഫിന് തന്നെ തിരിച്ചെടുക്കുമെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? അല്ല ഏട്ടാ, സാധാരണ വഖഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അയാള് സ്വന്തമായിട്ട് കൊടുക്കുന്ന ഭൂമി, അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇവിടുന്ന് ഈ സിദ്ദിഖ് സേട്ടിന് കിട്ടിയ ഭൂമിയാണിത്. പാട്ടത്തിന് കൊടുത്ത ഭൂമി എങ്ങനെ അയാൾക്ക് സ്വന്തമായി തീർന്നു എന്നുള്ളത് സർക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ? അത് നമ്മൾ അന്വേഷിക്കേണ്ടതല്ല. എന്തുകൊണ്ട് പാട്ടത്തിനെടുത്ത ഭൂമി സ്വന്തമാക്കി എടുത്തു, അതിനുശേഷം ഈ സാധനം എങ്ങനെ വഖഫാക്കി മാറ്റി, അത് ഫാറൂഖ് കോളേജിന് എങ്ങനെ കൊടുത്തു? ഫാറൂഖ് കോളേജിൻ്റെതാണെന്ന് ഓൾറെഡി ഹൈക്കോടതി വിധി വന്നിട്ടുള്ളതാണ്. അവരിൽ നിന്ന് കാശ് കൊടുത്ത്, ഇവിടെ സന്നദ്ധ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആകെയുള്ള വരുമാനം മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്തലുവാരിയും കടലിൽ പോയും കിട്ടുന്ന ആകെ തുച്ഛമായ വരുമാനമാണ്. അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയ വീടും പറമ്പും ഭൂമിയും വെച്ചിട്ടാണ് ഇവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാളെ ഉണ്ടാവില്ല, സ്വന്തം മക്കൾക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു വലിയൊരു പ്രതിസന്ധിയിലാണ് സാധാരണക്കാരായിട്ടുള്ള ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനമായിട്ട് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷ പാർട്ടിയും CPM ഉം കോൺഗ്രസും ഈ ഒരു വിഷയത്തിൽ ഇവരാരെയാണ് ഭയക്കുന്നത്? മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്നുള്ള ഒരു ഉറച്ച നിലപാടെടുക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല. ഇവർ എന്താണ് ഇവരൊരു പേടി? എന്താണ് ഇവര്? പൊതുവെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ഒരു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് ബാങ്കാണ് ഇവർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം വോട്ട് ബാങ്കാണോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന പണമാണോ എന്നറിയില്ല. കാരണം സാധാരണ
ജീവിതം അനുഭവിക്കുന്ന കുറെ ക്രിസ്ത്യൻസും ഹിന്ദുക്കളായിട്ടുള്ള ഇതിങ്ങനെ ഞങ്ങൾ വേർതിരിച്ചു പോലും കാണാത്തൊരു സമൂഹമാണ് ഞങ്ങളുടെ ഈ ഏരിയ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇതിനു മുമ്പ് ഒരു വിഷയങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭൂമി ഇവര് ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചെയ്യാൻ നേരത്ത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയൊരു ഹിന്ദു സമൂഹമോ അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദു അല്ല ക്രിസ്ത്യൻ സമൂഹവും ഇതിന് പുറമേ ഉണ്ട്. അവര് മനസ്സിലാക്കും എന്താണ് ഇതിനു വേണ്ടിയുള്ള മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളത് അവർ മനസ്സിലാക്കി തക്കതായ മറുപടി കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളുടേതായ കാഴ്ചപ്പാടും പുറമേയുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രതിഷേധമായിട്ട് ഈ ഇടത് വലത് മുന്നണികൾക്കെതിരെ ഒരു വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനകത്തല്ല, അവരുടെ മനോഭാവത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് BJP-യോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളോ അത് വർഗീയ പാർട്ടിയാണെന്നും ആ രീതിയിലേക്കുള്ള ഒരു ചിത്രീകരണം ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് മനസ്സിലായി എന്തിനും രാഷ്ട്രത്തിന് ഹിതമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന പാർട്ടികൾ പലതും ഉണ്ട്. അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വോട്ട് സിസ്റ്റം ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്ന രീതിയിലേക്ക് ഈ ഒരു നിയമം കൊണ്ട് ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവും. മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്ന അറിയില്ല. കാരണം പാലക്കാടിന്റെ രീതി അനുസരിച്ച് വലിയൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവിടെ BJP വിജയിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ വഖഫ് ബോർഡ് വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ളൊരു തിരിച്ചടിയായിരിക്കും CPM-നും കോൺഗ്രസിനും അല്ലെ? അതെ, തിരിച്ചടി മാത്രമല്ല, അതിപ്പോ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഓൾറെഡി പാലക്കാടിനെ സംബന്ധിച്ച് ഏകദേശം 3500 കോടി രൂപയുടെ എന്തോ പാസ്സാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇത് രാജ്യത്തിന് നല്ലത് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ് അല്ലെങ്കിൽ മോദി ഗവൺമെന്റ്. അതിന്റെ സാധാരണക്കാരെ വെറും ഒരു 2000 രൂപ വീട്ടിൽ കിട്ടുന്നത് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന പല കുടുംബങ്ങളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധാരണക്കാരന് അവനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു മഹത്തായ കാര്യമാണ് ഇവര് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ VD സതീശൻ വന്നിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അതേ മാസം തന്നെ പുള്ളി കോഴിക്കോട് പോയി അവരുടെ ഒപ്പം നിന്ന് കൈകോർത്തുള്ള ആൾക്കാരാണ്. ഇപ്പൊ MP ഇവിടെ ഇത്രയും കലുഷിതമായ വിഷയം നടന്നിട്ടുണ്ട്, പുള്ളി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പുള്ളി ഇവിടെ വന്ന് വോട്ട് പിടിച്ചതൊക്കെ നിലവില് ഞങ്ങൾ നിങ്ങളോടെയാണ്, ഈ വഖഫ് ഭൂമി വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് ഇവിടെ വന്ന് സംസാരിച്ച ആള് ഫസ്റ്റ് 151 MLA-മാരുടെ ഒപ്പം തന്നെ പുള്ളി ഇവിടെ നിന്ന് JPC-യിൽ പുള്ളി തന്നെയാണ് ഇതിന് അംഗീകരിക്കാൻ സാധിക്കില്ല, വഖഫ് നിയമ ഭേദഗതി അംഗീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തതിന്റെ പ്രൂഫ് വരെ ഇവിടെ സാധാരണക്കാരുടെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇനി അവരെങ്ങനെ വോട്ട് തേടി വരുമോ എന്നുള്ളൊരു മാനസികാവസ്ഥ. അവരിനി വന്നിട്ട് എനിക്ക് തോന്നണില്ല ഒരു സാധാരണക്കാരന് അത് പെട്ടെന്ന് അങ്ങനെ ഇവരിങ്ങനെ മുഖം മൂടി കഴിഞ്ഞ ചെന്നായകളെ പോലെയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നണത്. ഇവിടുത്തെ അവസാനമായിട്ട് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനോഭാവം, ഈ വഖഫ് ബോർഡിന്റെ ആളുകൾ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രതികരണം ആയിക്കോട്ടെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകാം? സാധാരണ ഒന്ന് തീരദേശ മേഖലകളിലുള്ള സാധാരണ വീട്ടുകാരും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുള്ള ആളുകളാണ്. ഇപ്പോഴാണ് പുതിയ ജനറേഷനാണ് കുറച്ചും കൂടി വിദ്യാഭ്യാസപരമായിട്ടും. അപ്പോൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ പറയാനാണ് ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും. പിന്നെ ഇതിനു മുമ്പ് ഞങ്ങളുടെ മുതിർന്ന ജനറേഷൻ ഏത് രീതിയിൽ കായികമായിട്ടാണെങ്കിലും മുന്നിട്ട് കടലിൽ പോകുന്ന മക്കളാണ്. അവരെ സംബന്ധിച്ച് ഇവർ ഈ പറഞ്ഞ വഖഫിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നുമല്ല, ജീവൻ പണയം വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവരൊന്ന് കടലിൽ പോയി ഒന്ന് തിരിച്ചു വരുമോ എന്നൊന്ന് പ്രതീക്ഷിച്ചിട്ട് അവർ പോയി നോക്കട്ടെ. അതേപോലെ അല്ല, നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കൾക്ക് എന്തും എതിര് വന്നൊന്നും എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് നമ്മുടെ നാട്ടുകാർ നിൽക്കണേ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ നിൽക്കണേ. അതില് വലിയ രീതിയിലൊരു പ്രതിഷേധം ഇനിയും മുന്നോട്ടുണ്ടാവും നാളത്തെ ഒരു ചർച്ചയ്ക്ക് ശേഷവും. അതെ, ചർച്ചയ്ക്ക് ചർച്ചയിൽ പ്രതീക്ഷ ഉണ്ട്, തീർച്ചയായും ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. കാരണം ചർച്ചയിൽ പ്രതീക്ഷ വന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് സർക്കാരിനെ തന്നെ ബാധിക്കും എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും അതെ, പ്രതീക്ഷ ഉണ്ടാവണമല്ലോ. കാരണം നിലവില് സർക്കാരിന് എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ചർച്ചയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം.